കുട്ടിയുടെ അക്കാദമിക്സ് മാത്രം നോക്കിക്കൊണ്ടാണോ അവനെ അസസ് ചെയ്യേണ്ടത്, അവനെ മാർക്ക് ഇടേണ്ടത്, അവനെ റാങ്ക് ചെയ്യേണ്ടത്? അല്ല. പലപ്പോഴും പാരന്റ്സ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്തിരി എളുപ്പത്തിൽ പഠിച്ചു നീങ്ങാൻ പറ്റുന്ന സിലബസ് ഏതാണ്? സ്റ്റേറ്റ് ആണോ, CBSE ആണോ, ICC ആണോ? കുട്ടിക്ക് അത്രയും ബേർഡൻ ഒന്നും കൊടുക്കാതെ എളുപ്പത്തിൽ പാസ്സാകാവുന്ന അസസ്മെന്റ് രീതികളുള്ളത് ഏത് സിലബസിലാണ് എന്ന് ചോദിക്കുന്ന പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ പാരന്റ്സിനോടായിട്ടൊരു സന്തോഷ വാർത്ത ഞാൻ പറയാണ്. CBSE-യിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും ICC-യിലാണെങ്കിലും ഇനി അസസ്മെന്റ് എല്ലാം ഒരുപോലെ ആകാൻ പോകുന്നു. ഇനി സ്റ്റേറ്റിൽ ഇത്തിരി കുറവ്, ICC-യിൽ ഇത്തിരി കൂടുതൽ, CBSE-യിൽ ഒരു മീഡിയം എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ മാറുകയാണ്. എല്ലാ സിലബസിനെയും ഒരേ അസസ്മെന്റ് രീതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ, ഒരേ രീതിയിലുള്ള കോമ്പിറ്റൻസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അസസ്മെന്റ് രീതി ഒട്ടാകെ ഒന്നാക്കാൻ പോകുന്നു. എല്ലാ അസസ്മെന്റും ഒരേപോലെ ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് NEP 2020, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2023 ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ആ ഓർഗനൈസേഷന്റെ പേരാണ് പരാഗ് എന്നുള്ളത്. NCERT കീഴിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് പരാഗ് എന്ന് പറയുന്നത്. പരാഗിന്റെ ഫുൾ ഫോം, ആ ഓർഗനൈസേഷന്റെ വിഷൻ കൃത്യമായി നമുക്ക് പറഞ്ഞിരുന്ന ഒന്നാണ്: പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ കൃത്യമായി അസസ് ചെയ്തുകൊണ്ട് ഒരു അസസ്മെന്റ് നടത്തുക അക്കാദമിക് ഇയറിൽ എന്നതാണ് ഈ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കൊണ്ട് NEP 2020 ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ അക്കാദമിക്സ് മാത്രം നോക്കിക്കൊണ്ടാണോ അവനെ അസസ് ചെയ്യേണ്ടത്, അവനെ മാർക്ക് ഇടേണ്ടത്, അവനെ റാങ്ക് ചെയ്യേണ്ടത്? അല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവന്റെ സ്വഭാവം, അവന്റെ ലൈഫ് സ്കില്ല്, അവന്റെ സ്പോർട്സ് ഇൻട്രസ്റ്റ്, അവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ അവൻ ഉൾപ്പെടുന്ന മേഖലകളെല്ലാം അസസ് ചെയ്തുകൊണ്ട് അവന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് കൃത്യമായി നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ അസസ്മെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞിന്റെ അസസ്മെന്റ് ആയി മാറുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ക്ലാസ് റൂമുകൾ നടക്കുന്നത്? ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ എടുക്കുന്നു. ആ പരീക്ഷയിൽ കുഞ്ഞിന് 10 7 കിട്ടി, 10 3 കിട്ടി, 10 2 കിട്ടി, 10 0 കിട്ടി, 10 9 കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ നമ്മൾ റാങ്കിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ വാല്യൂ ചെയ്യുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. അത് തെറ്റാണ്. പലപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ ഈ അക്കാദമിക്സിന്റെ മാർക്കിൽ മാത്രം കുരുക്കിയിടരുത്. അവർക്ക് ഒരുപാട് മറ്റു കഴിവുകളുണ്ട്, അവർക്ക് നല്ല ബിഹേവിയർ ഉണ്ട്, അവർക്ക് നല്ല ലൈഫ് സ്കിൽ ഉണ്ട്, അവർക്ക് നല്ല സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വ്യത്യസ്തമായ സ്കിൽസ് ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണ്ടേ അവരെ അസസ്മെന്റ് നടത്താനായിട്ട്? യെസ്, NEP 2020 ഇങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് കുട്ടികളിലേക്കും പാരന്റ്സിലേക്കും അധ്യാപകരിലേക്കും സ്കൂൾ മാനേജ്മെന്റിലേക്കും ഒക്കെ കൃത്യമായി എത്തിക്കുകയാണ് പരാഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ. ഈ സംവിധാനത്തിലൂടെ നമ്മുടെ അസസ്മെന്റ് രീതികളെല്ലാം തന്നെ അടിമുടി മാറുകയാണ്. ഒന്നൊന്നായി മെച്ചപ്പെട്ടുകൊണ്ട് കൃത്യമായ അസസ്മെന്റ് ഇനി മുതൽ നടക്കും.